എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് 20, 21 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഓണക്കാലമാണ്. അപ്പോൾ ഈ ഓണക്കാലത്ത് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു കിഡിലൻ ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് പഠിപ്പോണം പൊന്നോണം എന്ന് പറയുന്ന മെഗാ ഓഫറിന്റെ ഭാഗമായിട്ട് ടാലന്റിന്റെ ഏത് ടൈറ്റിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് 50% വരെ ഓഫർ ലഭ്യമാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുകയോ ഇനി അതും അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായുള്ള veranda.talengala.com സന്ദർശിക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട. അപ്പോൾ പുസ്തകങ്ങൾ വാങ്ങിക്കുക, പഠിച്ചു തുടങ്ങുക, ഓണം ആഘോഷിക്കണം, അതേപോലെ തന്നെ നമ്മുടെ പഠിത്തവും മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ്. അതായത് നമ്മുടെ ദേശീയ കായിക പുരസ്കാരങ്ങളെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി കഴിഞ്ഞു. കാരണം ഓൾറെഡി തന്നെ ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിലൊക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു പുരസ്കാരമായിരുന്നു ദേശീയ കായിക പുരസ്കാരങ്ങൾ. പക്ഷേ ഒരുപാട് ഡിലേ ആയി. പക്ഷേ എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 2025 പുരസ്കാരങ്ങൾ 2026 എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. 2026 പ്രഖ്യാപിച്ചത്, പക്ഷേ 2025 പുരസ്കാരങ്ങളാണ്. ഇനി ഈ ഒരു ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. ഒന്ന് മേജർ ധ്യാൻചന്ദ് ഖേൽരത്നയാണ്, പിന്നെ അർജുനയുണ്ട്, ദ്രോണാചാര്യയുണ്ട്. മുൻപ് ധ്യാൻചന്ദ് ഉണ്ടായിരുന്നു, അതിന് പകരമായിട്ട് അർജുന ലൈഫ് ടൈം വന്നു. സോ ഇങ്ങനെ കുറച്ച് അവാർഡുകളാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ എന്ത് പ്രഖ്യാപിച്ചിട്ടില്ല? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. 2024 പുരസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് അവസാനമായിട്ട് ഖേൽരത്ന പ്രഖ്യാപിച്ചത്. ഇക്കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല? പ്രഖ്യാപിച്ചില്ല. അപ്പൊ നമുക്ക് ആദ്യത്തേലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന അർജുനയാണ്. സോ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ചർച്ച ചെയ്യാനുണ്ട്. അതായത് പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോൾ 2025 ദേശീയ കായിക പുരസ്കാരങ്ങളുടെ പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളത് ആദ്യമേ ഒന്ന് ചർച്ച ചെയ്യുക. അപ്പൊ അതെന്ന് പറയുന്നത് ഈ പറയുന്ന ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമാണ് 2026 ദേശീയ കായിക പുരസ്കാരങ്ങളുടെ എന്തെന്ന് പറയുന്നത് ആ ഒരു പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അവാർഡിലേക്ക് പോവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഖേൽരത്ന പുരസ്കാരം ഇല്ല. സോ അടുത്ത് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് അർജുന അവാർഡ് തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അർജുന അവാർഡ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ അർജുന അവാർഡ് കിട്ടിയ മലയാളികളെ കൂടി ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് പോവാം. അതിനു മുമ്പ് ആ 2 മലയാളികളെ പറഞ്ഞിട്ട് ലിസ്റ്റിലേക്ക് പോവാം. ഒന്ന് മുഹമ്മദ് അജ്മൽ വി ആണ്. അദ്ദേഹം അത്ലറ്റിക്സ് താരമാണ്. അപ്പോൾ അത്ലറ്റിക്സ് താരമായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള മുഹമ്മദ് അജ്മൽ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2025 അർജുന അവാർഡ് കിട്ടി. അതേപോലെ തന്നെ ട്രീസ ജോളി. ആരാണ്? ട്രീസ ജോളിയാണ്, ബാഡ്മിന്റൺ താരമാണ്. സോ ഈ 2 മലയാളികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അർജുന അവാർഡ് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പോവാം. അതിലൊന്നെന്ന് പറയുന്നത് തേജസ്വിൻ ശങ്കറാണ്. ആരാണ്? തേജസ്വിൻ ശങ്കറാണ്, അത്ലറ്റിക്സ് താരമാണ്. അതേപോലെ തന്നെ പ്രിയങ്ക ഗോസ്വാമി. ആരാണ്? പ്രിയങ്ക ഗോസ്വാമി, അത്ലറ്റിക്സ് താരമാണ്. ഇനി അടുത്തത് പുല്ലേല ഗായത്രി ഗോപിചന്ദ്. അതാണ് പുല്ലേല ഗായത്രി ഗോപിചന്ദ്, അതും ബാഡ്മിന്റൺ താരമാണ്. ദെൻ നരേന്ദർ ബോക്സിംഗ് താരമാണ്. ദെൻ അടുത്തത് വിദിത് ഗുജറാത്തി എന്നുള്ള പേരായിരിക്കും നമുക്ക് അറിയാവുന്നുള്ളത്, ചെസ് താരമാണ്. അപ്പോൾ വിദിത് സന്തോഷ് ഗുജറാത്തി എന്നുള്ളതാണ് മുഴുവൻ പേര്, ചെസ് താരമാണ്. അടുത്ത ആളിനെ നമുക്കറിയാം, ദിവ്യ ദേശ്മുഖ്. ഇവിടെ മുഴുവൻ പേരുണ്ട്, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ്, ചെസ് താരമാണ്. ഇവർ 2 പേരും ചെസ് താരമാണ്. ഈ പറയുന്ന ദിവ്യ ദേശ്മുഖ് നമുക്ക് അറിയാവുന്നതാണ്. 2025 വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖാണ്. ആ ചെസ് ലോകകപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ്. അതേപോലെ തന്നെ ഈ ഒരു ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ താരം, വനിതാ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ്. കൊനേരു ഹംപിയാണ് പരാജയപ്പെടുത്തിയത്. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ദിവ്യ ദേശ്മുഖിനും എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന അർജുന അവാർഡ് കിട്ടി. ദെൻ ധനുഷ് ശ്രീകാന്ത് ബദ്ര ഷൂട്ടിംഗ് അഥവാ ഡഫ് ഷൂട്ടിംഗ് താരമാണ്. ഇനി അതേപോലെ തന്നെ ലാൽ റംസിയാമി, ഹോക്കി താരമായിട്ടുള്ള ലാൽ റംസിയാമി. സോ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ലാൽ റംസിയാമിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത്രയും കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത് രാജ്കുമാർ പാലാണ്, ഹോക്കി താരമാണ്. ഇനി അതേപോലെ തന്നെ സുർജിത്ത്, കബഡി താരമായിട്ടുള്ള സുർജിത്ത്. അതേപോലെ തന്നെ പൂജ, അതും കബഡി താരമാണ്. ഇനി അതുപോലെ തന്നെ രുദ്രാംശ ഖണ്ഡേൽവാൾ. ആരാണ്? രുദ്രാംശ ഖണ്ഡേൽവാൾ, പാരാഷൂട്ടിംഗ് താരമാണ്. ഇനി അതുപോലെ തന്നെ ഏകതാ ഫ്യാൻ, അത് പാരാ അത്ലറ്റിക്സ് താരമാണ്. ദെൻ അരവിന്ദ് സിംഗ്, അത് റോയിങ് താരമാണ്. അതേപോലെ തന്നെ അഖിൽ ഷിയോറാൻ, സോ ഷൂട്ടിംഗ് താരമായിട്ടുള്ള അഖിൽ ഷിയോറാൻ. അപ്പോൾ ഇത്രയും പേർക്കാണ് അർജുന അവാർഡ് കിട്ടിയത്. സോ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത്തവണ അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളൂ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ
17 പേർക്കാണ് ഇത്തവണത്തെ അർജുന അവാർഡ് നൽകിയിരിക്കുന്നത്. 17 പേർക്ക് അർജുന അവാർഡ് നൽകി. അതിൽ 2 മലയാളികൾ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ദെൻ എന്തുകൊണ്ടാണ് ഈ താരങ്ങളെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ വർഷം അർജുന അവാർഡ് കിട്ടിയ ഈ വ്യക്തി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി അടുത്തത് അർജുന അവാർഡ് ലൈഫ് ടൈം ആണ്. അതായത് മുൻപ് ഈ പറയുന്ന ധ്യാൻചന്ദ് പുരസ്കാരം എന്നൊരു പുരസ്കാരം ഉണ്ടായിരുന്നു. സോ അതിന് പകരമായിട്ട് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അർജുന അവാർഡ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. സോ 2026 പ്രഖ്യാപിച്ച 2025 അർജുന ലൈഫ് ടൈം അവാർഡ് കിട്ടിയ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുമൈ നായകം, മുൻ ഫുട്ബോൾ താരമായിട്ടുള്ള അരുമ നായകത്തിനാണ് എന്ത് അവാർഡ് കിട്ടിയത്, അർജുന അവാർഡ് ലൈഫ് ടൈം കിട്ടിയത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു അർജുന അവാർഡ് ലൈഫ് ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവരുടെ ഒരു കായിക ജീവിതത്തിന് ശേഷവും എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള സംഭാവനകളൊക്കെ നൽകുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അർജുന അവാർഡ് ലൈഫ് ടൈം നൽകുക. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അർജുന അവാർഡ് മികച്ച കായിക താരങ്ങൾക്കാണ്. ഇനി അതുപോലെ തന്നെ അർജുന ലൈഫ് ടൈം എന്ന് പറയുന്നത് അവരുടെ കായിക ജീവിതത്തിന് ശേഷവും എന്ത് ചെയ്യുന്നു, കായിക രംഗത്തിന് വേണ്ടി വീണ്ടും മികച്ച സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കുന്നതിനായിട്ടാണ് അർജുന അവാർഡ് ലൈഫ് ടൈം നൽകുക. ഇനി അടുത്തത് ദ്രോണാചാര്യ പുരസ്കാരമാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ. അതായത് മികച്ച പരിശീലകർക്കാണ് എന്ത് നൽകുന്നത്, ദ്രോണാചാര്യ പുരസ്കാരം നൽകുന്നത്. ദെൻ അതിൽ തന്നെ 2 കാറ്റഗറികളുണ്ട്. ഒന്ന് റെഗുലർ കാറ്റഗറി, ദെൻ ലൈഫ് ടൈം കാറ്റഗറി. ഇപ്പോൾ റെഗുലർ കാറ്റഗറിയിൽ ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പർവീർ സിംഗിനാണ്, അത്ലറ്റിക്സ് പരിശീലകനാണ്. അതേപോലെ തന്നെ ചോട്ടെ ലാൽ യാദവ് ബോക്സിംഗ് പരിശീലകനാണ്. അതേപോലെ തന്നെ നേഹ നന്ദകുമാർ ചൗഹാൻ ഷൂട്ടിംഗ് പരിശീലകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത കാറ്റഗറി ദ്രോണാചാര്യയിൽ അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് ലൈഫ് ടൈം കാറ്റഗറിയാണ്. അതിൽ ധർമ്മേന്ദ്ര സിംഗ് യാദവ് ബോക്സിംഗ് പരിശീലകനാണ്. അതേപോലെ തന്നെ വീരേന്ദർ കുമാർ ഗുസ്തി പരിശീലകനാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ദ്രോണാചാര്യ ഇത്തവണത്തെ മലയാളികൾക്ക് ആർക്കും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല കേട്ടോ. അർജുന 2 മലയാളികൾക്ക് കിട്ടി, പക്ഷേ ദ്രോണാചാര്യ ഒരു മലയാളിക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരമാണ്. എന്താണ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരമാണ്. അത് ആർമി പാരാലിമ്പിക് നോഡ് പൂനെയിലെ എന്താണ് ആർമി പാരാലിമ്പിക് നോഡിനാണ് ആ ഒരു പുരസ്കാരം കിട്ടിയത്. സോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടില്ല, പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതായത് 2026 നവംബറിൽ പുറത്തിറങ്ങുന്ന സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ. ഇതിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ബിലോങ്ങിങ് എ ജേണി ഓഫ് ലവ്. എന്താണ് ബിലോങ്ങിങ് എ ജേണി ഓഫ് ലവ് എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്, സോണിയാഗാന്ധിയാണ്. അതായത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ദെൻ ഇതുവരെയുള്ള ഒരു കാലയളവ് പരിഗണിച്ചിട്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സോണിയാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഏതെന്ന് പറയുന്നത് ബിലോങ്ങിങ് എ ജേണി ഓഫ് ലവ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം പാലാ നഗരസഭയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. അതായത് പാലാ നഗരസഭയിൽ അവിശ്വാസം കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്ന ദിയ ബിനു പുളിക്കക്കണ്ടം എന്ത് ചെയ്തു, രാജിവെക്കേണ്ടി വന്നു. ആ ദിയ ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്നത് PSCയിൽ ചോദിച്ചതാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ദിയ ബിനു പുളിക്കക്കണ്ടമാണ്. സോ ആ ദിയ ബിനു പുളിക്കക്കണ്ടം രാജിവെച്ചതിന് ശേഷം പുതുതായിട്ട് വന്ന ചെയർപേഴ്സൺ ആര് എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 2026 ഓഗസ്റ്റിൽ പാലാ നഗരസഭ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായ രാഹുലാണ്. ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കാര്യം മുൻപ് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം നരേന്ദ്രമോദി വന്ന് ഈ ഒരു തുറമുഖമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മീഷനൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിർണായകമായ ഒരു കാര്യം കൂടി എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി അതായത് എക്സിം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് എന്ത് ചെയ്തത്, ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. ദെൻ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ കപ്പലും ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പൊക്കെ നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഷെൻഹുവ 15 ആണ് ആദ്യം വന്നത്. സെൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത് അവിടെ വന്ന ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിഷൻ സമുദ്രയാണ് കേട്ടോ. മിഷൻ സമുദ്ര. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യം തന്നെയാണ് മിഷൻ സമുദ്ര. അതായത് ഇപ്പോൾ പുതുക്കിയ ബജറ്റിൽ അവതരിപ്പിച്ചതാണ് ഈ പറയുന്ന മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക. കേരളത്തിലെ മേജർ തുറമുഖങ്ങളും അതായത് എന്താണ് വലിയ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്. ആ അന്താരാഷ്ട്ര തുറമുഖങ്ങളെ മിനി തുറമുഖങ്ങളെയും കൂടെ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് കേരളത്തെ എന്താക്കി മാറ്റുക, ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന് ലക്ഷ്യം വയ്ക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മിഷൻ സമുദ്ര. സോ ആ ഒരു മിഷൻ സമുദ്രയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓഗസ്റ്റ് 18-ന് തുടക്കം കുറിച്ചിരിക്കുന്നു.
കുറിച്ചിരിക്കുകയാണ്, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്, അതിനും എന്ത് ചെയ്തിരിക്കുന്നു, തുടക്കം കുറിച്ചിരിക്കുന്നു. സോ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള VD സതീശനാണ്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അടുത്തിടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ തദ്ദേശീയ പശുവർഗം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അടുത്തിടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ തദ്ദേശീയ പശുവർഗം അല്ലെങ്കിൽ പശു ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ പശുവാണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാം ഓൾറെഡി തന്നെ വെച്ചൂർ പശുവിന് ഇത്തരത്തിലൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, പെരിയാർ പശു എന്ന് പറയുന്ന ഇനത്തിന് അംഗീകാരം കിട്ടിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു പെരിയാർ നദിയുടെ തീരത്തുള്ള കോടനാട് മുതൽ കുട്ടമ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ അതിരപ്പള്ളി ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു പശുവിനമാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇതിനെ പെരിയാർ കുള്ളനെന്നും അതുപോലെ തന്നെ കുട്ടമ്പുഴ പശു എന്നൊക്കെ ഇതിന് വേറെ പേരുകളൊക്കെ ഉണ്ട്, ആ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു പെരിയാർ പശുവിന് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ദേശീയ അംഗീകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് AI കിഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു മലയാളി വിദ്യാർത്ഥി. ഓൾറെഡി തന്നെ നമുക്കറിയാം, അതായത് AI ആണ് ഇപ്പോൾ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്ത് ഒരു മലയാളി വിദ്യാർത്ഥി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അതായത് വെറും 16 വയസ്സുള്ളൊരു കുട്ടിയാണ് ഈ പറയുന്ന റൗൾ ജോൺ അജു എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ AI വിദ്യാഭ്യാസം പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ AI കിഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മലയാളി വിദ്യാർത്ഥിയാണ് ആരെന്ന് പറയുന്നത് റൗൾ ജോൺ അജു എന്ന് പറയുന്നത്. അത് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. പത്തനംതിട്ട സ്വദേശിയാണ്. ഇനി ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതായത് കേരള എന്നതിന് പകരം കേരളം എന്ന് മാറ്റാനായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ 2026 ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് 10-ാം തീയതി ബില്ല് അവതരിപ്പിക്കുന്നു, ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. 11-ാം തീയതി ബില്ല് ലോക്സഭ പാസ്സാക്കുന്നു, 12-ാം തീയതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നു. ഇപ്പോൾ ആ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 14-നാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. പക്ഷേ പത്രങ്ങളിലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് വാർത്തകൾ വന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 14-ന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതായത് നമ്മുടെ രാഷ്ട്രപതി ഭവന്റെ വെബ്സൈറ്റ് പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത്. കാരണം അതിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത് ഓഗസ്റ്റ് 14 എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഫർദർ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് പറയാം. ഇപ്പോൾ രാഷ്ട്രപതി ഭവന്റെ വെബ്സൈറ്റ് പ്രകാരം ഓഗസ്റ്റ് 14-നാണ് രാഷ്ട്രപതി ഈ ഒരു ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബാക്കി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞാണല്ലേ, നിത്യാനന്ദ റോയ് അതായത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ്, അതായത് കർണാടക കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അതായത് കർണാടകയിലെ സംസ്ഥാന സർക്കാർ പെൻഷൻകാർ അതുപോലെ തന്നെ കുടുംബ പെൻഷൻകാർ, അതായത് 70 വയസ്സിന് താഴെയുള്ള സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും ഒക്കെ ഉള്ള ഒരു സൗജന്യ ചികിത്സാ പദ്ധതി. അതായത് 5 ലക്ഷം രൂപ വരെയുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പേര് സന്ധ്യാകിരണം എന്നാണ്. സന്ധ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് കർണാടകയാണ്. ദെൻ നമ്മൾ പറഞ്ഞു 70 വയസ്സിന് താഴെയുള്ള സർക്കാർ പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ, അപ്പോൾ അതിനുള്ളൊരു ഇൻഷുറൻസ് ഉള്ളവർക്ക് കൊണ്ടുവരുന്നൊരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സന്ധ്യാകിരൺ. കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പദ്ധതിയെ പറ്റി പറയാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. അതായത് പല ക്ലാസ്സുകളിൽ മുൻപൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2014 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഈ പറയുന്ന ഗ്രീൻ ഇന്ത്യ മിഷൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിഷൻ അല്ലെങ്കിൽ ഈ പദ്ധതി ഒരു ഫ്ലോപ്പായിരുന്നു, ഒരു പരാജയമായിരുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതായത് പല സംസ്ഥാനങ്ങളും വേണ്ട രീതിയിൽ ഈ ഒരു പദ്ധതി ഉപയോഗപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വിസ്തൃതി ഉണ്ടായിട്ടില്ല, വനവിസ്തൃതി ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു റീസെന്റ് ആയിട്ട് വന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ഒന്ന് സൂചിപ്പിച്ചു, ഈ പദ്ധതി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും കർണാടകയുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ്. അതായത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നഗരങ്ങളിലെ ദുരന്തങ്ങളെ നേരിടുന്നതിനായിട്ട് അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കർണാടകയാണ്. അപ്പോൾ എന്താ പറഞ്ഞേ, ഈ ഇന്ത്യയിലാകെ ഈ ഒരു അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ച ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കർണാടകയാണ്. ആരുടെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ അതോറിറ്റി രൂപീകരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം ആര്? കർണാടക.
ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പാതയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പാതയെ പറ്റി പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നു എന്നത് നമ്മൾ ആദ്യം പ്രസക്തമാണ്. കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നമുക്കറിയാം, നടന്നതാണ്. നമ്മളൊക്കെ അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചതാണ് അല്ലേ. കാര്യം ഗ്യാസ് പോലുള്ള കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ അതിൻ്റെ ബാധിതരാണ്. ദെൻ എന്തുകൊണ്ടാണ് ഗ്യാസ് കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പല സാധനങ്ങളുടെ ലഭ്യത ഇല്ലാത്തത്, അല്ലെങ്കിൽ പെട്രോളിന് എന്താണ് വില കൂടിയത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇന്ത്യയിലേക്കുള്ള പല സാധനങ്ങളും എന്ത് ചെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പല സാധനങ്ങളും കൊണ്ടുപോകുന്നതും ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. ഇന്ത്യയിൽ നിന്നല്ല, പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതാണ് ഹോർമൂസ് കടലെടുക്ക്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പല സമയങ്ങളിലും ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുക, അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പിന്നീട് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ലോകത്തുള്ള പല രാജ്യങ്ങളും ഇതിനൊരു ബദൽ പാത, അതായത് ഹോർമൂസ് കടലെടുക്കല്ലാതെ ഒരു ബദൽ പാത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. സോ അത്തരത്തിൽ ഇപ്പോൾ എന്ത് ചെയ്തു, ചർച്ചയിൽ വരുന്ന ഒരു പ്രധാന പാതയാണ് ഏതെന്ന് പറയുന്നത് നോർത്തേൺ സീ റൂട്ട്. ഏതാണ് നോർത്തേൺ സീ റൂട്ട്? അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി എവിടെയാണ് ഈ ഒരു നോർത്തേൺ സീ റൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ്? ആർട്ടിക് സമുദ്രത്തില്. ഇവിടെയാണ് ആർട്ടിക് സമുദ്രത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നോർത്തേൺ സീ റൂട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നോർത്തേൺ സീ റൂട്ട് ആർട്ടിക് സമുദ്രത്തിലൂടെ യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഒരു സമുദ്രപാതയാണ്. ദെൻ എന്താണ്, സൂയസ് കനാൽ വഴിയുള്ള പാതയേക്കാൾ NSR വഴി, അതായത് നോർത്തേൺ സീ റൂട്ട് വഴി ഈ ചരക്കുകൾ എത്തിക്കാനായിട്ട് ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന എന്നിവർ എന്ത് ചെയ്തിരിക്കുന്നു, താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സോ അതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയും ചൈനയും അതേപോലെ തന്നെ ജപ്പാനും ദക്ഷിണ കൊറിയ ഒക്കെ ഈ ഒരു മാർഗം പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ആർട്ടിക് സമുദ്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാത കടന്നു പോകുന്നത്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ ചൈനീസ് പ്രസിഡന്റ് ആയിരുന്ന ഇതാണ് ഷീ ചിൻപിങ് 2017 മുതൽ തന്നെ റഷ്യയുമായിട്ട് ചേർന്ന് ഈ ഒരു NSRനെ പോളാർ സിൽക്ക് റോഡായിട്ട് വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണ്. കുറേ കാലം കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു ഏകദേശ ദൂരം എന്ന് പറയുന്നത് ഈ ഒരു 5600 കിലോമീറ്റർ ആണ് കേട്ടോ. 5600 കിലോമീറ്റർ ആണ്. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഇത് എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കില്ല. ഈ ഒരു റൂട്ട് എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കില്ല. കാര്യം ഈ പറയുന്ന ആർട്ടിക്കിലെ ഐസ് ഉരുകുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ, ഈ ഒരു റൂട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വരുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 5600 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിലെ മഞ്ഞുരുകുന്ന സമയത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യമാണ്. ദെൻ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന എന്താണ് നമ്മൾ പറഞ്ഞ NSR അല്ലെങ്കിൽ നോർത്തേൺ സീ റൂട്ട് ഏത് കടലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിലാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കാം. ഇനി റഷ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആണവോർജ കോർപ്പറേഷനായ റോസാറ്റമാണ് മഞ്ഞുപാളികൾക്കിടയിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഐസ് ബ്രേക്കർ സംവിധാനം ഒരുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ഏത് കമ്പനിയാണ്? റഷ്യൻ കമ്പനി ആയിട്ടുള്ള ഏതാണ് റോസാറ്റം എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിലൂടെയുള്ള ഈ മഞ്ഞുപാളികൾക്കിടയിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഐസ് ബ്രേക്കർ സംവിധാനം ഒരുക്കുന്നത്. പക്ഷേ ഇനി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഉണ്ട്. കാര്യം നമ്മൾ പറഞ്ഞു ഈ ഒരു ആർട്ടിക് സമുദ്രത്തിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ മഞ്ഞുരുകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഐസ് ഉരുകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത് പോസിബിൾ ആവുകയുള്ളൂ. പക്ഷേ ഇതുവഴിയുള്ള കപ്പൽ പാത വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പാത വന്നു കഴിഞ്ഞാൽ അതൊരുപാട് പാരിസ്ഥിതിക ദുരന്തങ്ങൾക്കും ആഘാതങ്ങൾക്കും ഒക്കെ വഴിവെക്കും എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ ഒരു പാത വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു വലിയ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു എന്താണ് ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇൻ കേസ് ഒരു എണ്ണ ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രതിവിധി കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല തുടങ്ങിയ ആശങ്കകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മാത്രമാണ് ഈ ഒരു പാത വരുന്നതിന് ആകെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. സോ മേ ബി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അത് ഋഷഭ് പന്ത് ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുവരെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ നേടിയ താരം എന്ന് പറയുന്നത് ഋഷഭ് പന്ത് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. ഇനി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ നേടുന്ന 4ാമത്തെ താരം കൂടിയാണ് ഋഷഭ് പന്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെൻ സ്റ്റോക്സ് ആണ്. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ അറിയാലോ, ഇന്ത്യയുടെ 600ാമത്തെ ടെസ്റ്റ് മത്സരം ആർക്കെതിരെ? ശ്രീലങ്കയ്ക്കെതിരെ നടക്കുകയുണ്ടായി. അതിൽ ഇന്ത്യ ജയിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് കാര്യമായിട്ട് പഠിച്ചേക്കുക. പിന്നെ ഈ ഋഷഭ് പന്തിനെ IPL-ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ IPL ഏറ്റവും വില കൂടിയ താരം എന്ന് പറയുന്നത് ആരാണ്? ഋഷഭ് പന്താണ്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2026 ഈ സ്പോർട്സ് വേൾഡ് കപ്പ് ചെസ് കിരീടം നേടിയത് ആരാണ്? അപ്പോൾ എന്താണ് 2026 ഈ സ്പോർട്സ് വേൾഡ് കപ്പ് ചെസ് കിരീടം നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെ ആയിരുന്നു കേട്ടോ, 2025 അദ്ദേഹം തന്നെയാണ് കിരീടം നേടിയത്. ദെൻ 2025 വേദി എന്ന് പറയുന്നത് സൗദി അറേബ്യ കേട്ടോ, സൗദി അറേബ്യ ആണ് 2025 ഈ ഒരു സ്പോർട്സ് ചെസ്സിന്റെ വേദി എന്ന് പറയുന്നത്. പക്ഷേ 2026 വേദി എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ, ഫ്രാൻസ് ആണ്. അപ്പോൾ അതും കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ ഓണം ഓഫർ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം ടാലന്റിനൊപ്പം തന്നെ ആകട്ടെ. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പഠിപ്പോണം പൊന്നോണം എന്ന് പറയുന്ന ഒരു മെഗാ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെ ടാലന്റിന്റെ ഏത് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% വരെ ഓഫർ ലഭ്യമാണ്. സോ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിലോ veranda.talentkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റോ സന്ദർശിച്ചാൽ മതിയാവും. സോ ഈ ചാൻസ് എന്തായാലും മിസ്സാക്കരുത്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഉപയോഗപ്പെടണം. സോ അവർക്കൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം പർച്ചേസ് ചെയ്യുക. ഈ ഒരു ഓഫർ ഓഗസ്റ്റ് 17 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ. സോ ഈ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക, ഒരു ജോലി നേടുക. അപ്പോൾ ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, നമ്മുടെ ദേശീയ കായിക പുരസ്കാരങ്ങളാണ്. 2025 പുരസ്കാരങ്ങൾ 26 പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. ദെൻ അർജുന അവാർഡ് 17 ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് അല്ലേ. ദെൻ ആരായിരുന്നു ഈ ഒരു പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞു ഒരു ഓർമ്മക്കുറിപ്പുകളാണ്, അതായത് ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ്. ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? സോണിയാഗാന്ധിയുടെയാണ്. 2026 നവംബറിൽ അത് പ്രകാശനം ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞു മായ രാഹുലിനെ പറ്റിയാണ്. മായ രാഹുൽ ആരാണ്? പാലാ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്, ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മായ രാഹുലാണ്. എന്തുകൊണ്ട് ഈ നിയമനം പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ദിയ ബിനു പുളിക്കക്കണ്ടം, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ദിയ ബിനു പുളിക്കക്കണ്ടം. പക്ഷേ അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, അതുകൊണ്ട് രാജിവെച്ചു. അപ്പൊ അതിനുശേഷം മായ രാഹുൽ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ദെൻ അതിനുശേഷം പറഞ്ഞത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക്, അഥവാ വിഴിഞ്ഞം തുറമുഖത്തിൽ എക്സിം പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ഏത് മാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലാണ്, 18-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വച്ചേക്കുക. അതിനൊപ്പം തന്നെ മിഷൻ സമുദ്രയ്ക്കും തുടക്കം കുറിച്ചു. എന്താണ് മിഷൻ സമുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് പെരിയാർ പശുവിനെ പറ്റിയാണ്. അതിനൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ തദ്ദേശീയ പശുവർഗം പെരിയാർ പശു. ഇതിനു മുമ്പ് വെച്ചൂർ പശു ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് AI കിഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വിദ്യാർത്ഥി റൗൾ ജോൺ അജു ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ കേരള എന്നതിന് പകരം കേരളം എന്നാക്കുന്ന ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 14 അംഗീകാരം നൽകിയത്, അതുകൂടെ പഠിച്ചേക്കുക. ദെൻ സന്ധ്യാകിരൺ എന്ന് പറയുന്ന പദ്ധതി കർണാടക സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞു. പദ്ധതി ഫ്ലോപ്പ് ആണ് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് വനവൃക്ഷ വിസ്തൃതി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ. സോ ഈ പദ്ധതി ഫ്ലോപ്പ് എന്ന് പറയാനുള്ള കാരണം പല സംസ്ഥാനങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, വനവിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടില്ല. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് വീണ്ടും കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നഗരങ്ങളിലെ ദുരന്തങ്ങളെ നേരിടുന്നതിനായിട്ട് അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു. അത് കർണാടകയാണ്. എന്നാൽ അതിനുശേഷം നോർത്തേൺ സീ റൂട്ടിനെ പറ്റി പറഞ്ഞു. അതായത് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധികളൊക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനൊരു ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു നോർത്തേൺ സീ റൂട്ട് പരിഗണിക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർത്തേൺ സീ റൂട്ട് ആർട്ടിക് സമുദ്രത്തിലൂടെ ഈ പറയുന്ന യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാതയാണെന്ന് പറഞ്ഞു. ദെൻ സൂയസ് കനാൽ വഴിയുള്ള പാതയേക്കാൾ NSR വഴി ചരക്കുകൾ എത്തിക്കാനായിട്ട് ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന എന്നിവര് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പറഞ്ഞു. പക്ഷേ ഇതിനൊരു പ്രതിസന്ധി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഒരു പ്രതിസന്ധിയാണ്. അതേപോലെ തന്നെ എണ്ണ ചോർച്ച പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിനൊരു പ്രതിവിധി കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. സോ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീടുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം സ്പോർട്സിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഋഷഭ് പന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ഋഷഭ് പന്താണ്. ദെൻ അതിനുശേഷം പറഞ്ഞു 2026 ഈ സ്പോർട്സ് വേൾഡ് കപ്പ് ചെസ് കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. തുടർച്ചയായുള്ള 2ാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2026 ഓഗസ്റ്റിൽ നേപ്പാളി ആർമി ഓണററി ജനറൽ പദവി നൽകി ആദരിച്ച ഇന്ത്യൻ കരസേനാ മേധാവി ആരെന്നാണ്. അപ്പോൾ മനോജ് പാണ്ഡെ ആണോ, ധീരജ് സേത്താണോ, ഉപേന്ദ്ര ദ്വിവേദി ആണോ, അനിൽ ചൗഹാനാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം കൃഷിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്. അപ്പോൾ സുഭിക്ഷ കേരളം, കൃഷി ദർശൻ, കൃഷി സഖി, ഹരിത കേരളം. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡോക്ടർ ഡി സജിത് ബാബു ആണ്. നമുക്കറിയാം കൗശകൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി. സോ അതുകൊണ്ടാണ് ഇപ്പോൾ സജിത് ബാബു നിയമിതനായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം എത്രയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? 1000 രൂപയാണ്. നമുക്കറിയാം മുൻപ് 600 രൂപയായിരുന്നു അല്ലേ. അതായത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കാണ് ഈ പറയുന്ന ധനസഹായം നൽകുന്നത്. അപ്പോൾ അതൊന്ന് കാര്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, കൃത്യമായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി നേടിയെടുക്കുക. 2026 ഓഗസ്റ്റ് 20, 21 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.